وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. أما بعد. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ സുഫിയാൻ ഇബ്നു അബ്ദില്ലാഹ് അസ്സഖഫി എന്ന സഹാബി വരികയും എന്നിട്ടിങ്ങനെ ചോദിക്കുകയും ചെയ്തു: യാ റസൂലല്ലാഹ്, ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക്. നബിയെ, എനിക്ക് ഇസ്ലാമിലെ ഒരു കാര്യം പറഞ്ഞു തന്നാലും, ലാ അസ്അലു അൻഹു അഹദൻ ബഅദക്, അങ്ങേക്ക് ശേഷം ഒരാളോടും എനിക്കിനെ ചോദിക്കേണ്ടതില്ലാത്ത വിധം ഇസ്ലാമിൽ ഒരു വാക്ക് നബി അങ്ങ് എനിക്ക് പഠിപ്പിച്ചു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം. നീ പറയുക, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, സുമ്മ ഇസ്തഖിം, പിന്നെ നീ ഇസ്തിഖാമത്ത് കൈക്കൊള്ളുക, ദീനിൽ സ്ഥിരതയോടെ എന്നെന്നും നിലകൊള്ളുക. ആ സഹാബി ചോദിച്ചു: നബിയെ, മാ അഖ്വഫു മാ തഖാഫു അലൈ, എൻ്റെ കാര്യത്തിൽ അങ്ങ് ഏറ്റവും പേടിക്കുന്ന കാര്യം എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് പിടിക്കുകയും എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തു: ഹാദ, ഇതാണ്. സുഫിയാൻ ബിൻ അബ്ദില്ലാഹ് അസ്സഖഫി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച നബി മറുപടി പറഞ്ഞ ഈ ഹദീസ് ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകിത്തരുന്ന ഒരു ഹദീസാണ്. ഒന്ന് നോക്കൂ, ഈ മഹാനായ സഹാബി സുഫിയാൻ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ഒരു മഹത്തരമായ നന്മയെക്കുറിച്ച് ചോദിക്കുകയാണ്. ആ ചോദ്യകർത്താവായ സഹാബിക്ക് അത് ഏറ്റവും ഉപകാരപ്പെടാൻ, പിന്നീട് അത് കേൾക്കുന്നവർക്കും അത് ഉപകാരപ്പെട്ടു. ഇത് നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. അറിവുള്ള ഒരാൾ കണ്ടാൽ, അയാളെ കാണാനിടയായാൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക എന്നത്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം, ഇനിയൊരു പണ്ഡിതനെ കണ്ടുമുട്ടിയാൽ എന്തെങ്കിലും ഉപകാരമുള്ളത് ചോദിച്ചു പഠിക്കാൻ ശ്രദ്ധിക്കുക. നിനക്കത് ഉപകാരപ്പെടാൻ വേണ്ടിയാണ്. അതല്ലാതെ നീ അയാളുമായൊരു ബന്ധം സ്ഥാപിക്കണം, അങ്ങനെ ആളുകളെ അറിയിക്കണം എന്ന ഉദ്ദേശത്തിലോ മറ്റോ ആകരുത്. മറിച്ച് നീ ആ അറിവ് ഉപയോഗപ്പെടുത്തണം എന്ന ഉദ്ദേശത്തിലാണ് ചോദിക്കേണ്ടത്. അനിയത്ത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു: ഖുൽ ആമൻതു ബില്ലാഹ്. ഖുൽ, നീ പറയുക എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പറയുക. ഒരു പാഠം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഒരാൾ പറഞ്ഞുവെന്നോ അതല്ലെങ്കിൽ പറയൂ എന്നോ വന്നാൽ അവിടെ അർത്ഥം ആദ്യം മനസ്സിലാക്കേണ്ട അർത്ഥം അത് നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും പറഞ്ഞു എന്നാണ്. അതല്ല എങ്കിൽ പ്രത്യേകം അത് ഖുർആനിൽ അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, യഖൂലൂന ബി അൽസിനതിഹിം,
മാ ലൈസ ഫീ ഖുലൂബിഹിം, അവർ അവരുടെ നാവ് കൊണ്ട് പറയുന്നു അവരുടെ ഹൃദയങ്ങളിലില്ലാത്തത്. അപ്പോൾ നോക്കൂ, ഉള്ളിലില്ലാത്തത് നാവ് കൊണ്ട് പറഞ്ഞതാണ് എങ്കിൽ അത് പ്രത്യേകം സൂചിപ്പിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല. അതിനർത്ഥം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലെങ്കിൽ ഖുൽ എന്നൊക്കെ വന്നിട്ടുണ്ട്. അവിടെ എല്ലാം അർത്ഥം പറഞ്ഞു അല്ലെങ്കിൽ നീ പറയുക എന്ന് പറഞ്ഞാൽ അത് കേവലം നാവ് കൊണ്ടുള്ള പറച്ചിലല്ല, മറിച്ച് നാവ് കൊണ്ടും ഹൃദയം കൊണ്ടുമുള്ള പറച്ചിലാണ്. നിങ്ങൾ നോക്കൂ, ഖുൽ ഹുവല്ലാഹു അഹദ്, നീ പറയുക അള്ളാഹു ഏകനാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പറയുക ഞാൻ ഫലഖിൻ്റെ പുലരിയുടെ റബ്ബിനോട് കാവൽ തേടുന്നു. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, പറയുക ഞാൻ ജനങ്ങളുടെ റബ്ബിനോട് കാവൽ തേടുന്നു. ഇതെല്ലാം പറയേണ്ടത് എങ്ങനെയാണ്? കേവലം നാവ് കൊണ്ടുള്ള പറച്ചിലാണ് ഉദ്ദേശം? ഒരിക്കലുമല്ല. നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും, നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും. ഹൃദയത്തിന് അതിൻ്റെ കൗലുണ്ട്, നാവിന് അതിൻ്റെ കൗലുണ്ട് എന്നതുപോലെ. എന്താണ് ഹൃദയത്തിൻ്റെ കൗൽ? ഹൃദയത്തിൻ്റെ വാക്ക് തസ്ദീഖ്, അഥവാ ഹൃദയം സത്യപ്പെടുത്തുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. അതാണ് ഹൃദയത്തിൻ്റെ കൗൽ, ഹൃദയത്തിൻ്റെ വാക്ക്. ഹൃദയത്തിന് അമലുണ്ട്, ഹൃദയത്തിന് പ്രവർത്തനങ്ങളുണ്ട്. അള്ളാഹുവിലുള്ള പ്രതീക്ഷ, അവനോടുള്ള ഭയം, അവനോടുള്ള സ്നേഹം, ലജ്ജ, ഇതെല്ലാം അഅ്മാലുൽ ഖുലൂബ്, ഹൃദയങ്ങളുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് നോക്കുന്നെങ്കിൽ ഖുൽ ആമൻതു ബില്ലാഹ്, നീ പറയുക ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. എന്നാൽ അതിനർത്ഥം നീ നിൻ്റെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പറയുക ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, എനിക്ക് റബ്ബിൽ ഈമാനുണ്ട്. ഈമാൻ എന്ന പദപ്രയോഗം ശറഇൽ, കിതാബിൽ, സുന്നത്തിൽ വരിക 3 അർത്ഥങ്ങളിലാണ്. ഒന്ന്, ഈമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനമായി പണ്ഡിതന്മാർ പൊതുവെ പറയാറുള്ള അർത്ഥമാണ് ഇഅ്തിഖാദുൻ ബിൽ ജിനാൻ വഖൗലുൻ ബിൽ ലിസാൻ വഅമലുൻ ബിൽ ജവാരിഹി വൽ അർക്കാൻ. ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക, നാവ് കൊണ്ട് പറയുക, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക. ഇത് 3മാണ് ഈമാൻ. മറ്റൊരർത്ഥത്തിൽ ഈമാൻ ഉപയോഗിക്കാറുണ്ട്. അതെപ്പോഴാണ്? ഇസ്ലാമും ഈമാനും ഒരുമിച്ച് പറഞ്ഞാൽ ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളും ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുക പുറമേക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളുമാണ്. രണ്ടും ഒരേ സന്ദർഭത്തിൽ, ഒരേ സിയാഖിൽ, ഒരേ സാഹചര്യത്തിൽ പറഞ്ഞാൽ ഇങ്ങനൊരർത്ഥമുണ്ട് ഈമാനിന്. 3ാമത്തെ അർത്ഥം ഏതാണ്? 3ാമത്തെ അർത്ഥം തൗഹീദ് എന്നർത്ഥമാണ്. അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ആരാണോ അള്ളാഹുവിൽ വിശ്വസിച്ചത്, ആരാണോ വിശ്വസിച്ചത് എന്നിട്ട് ആ ഈമാനിൽ അതിക്രമം അഥവാ ശിർക്ക് കലർത്താത്തത്, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് ഹിദായത്തിലായവർ എന്നാണ്. അവിടെ ഈമാൻ കൊണ്ട് ഉദ്ദേശം തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം നീ ഇബാദത്ത് ചെയ്യുക, അവനുള്ള ഇബാദത്തിൽ നീ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക, അവനോട് മാത്രം ദുആ, അവനോട് മാത്രം ഇസ്തിഗാസ, അവൻ്റെ പേരിൽ മാത്രം സത്യം ചെയ്യുക, അവനു വേണ്ടി മാത്രം ബലിയെറുക്കുക. ഈ തൗഹീദ് ഇസ്ലാമിൻ്റെ അടിത്തറ. ഈ 3 അർത്ഥങ്ങളിൽ ഈമാൻ ശറഇൻ്റെ ഭാഷയിൽ കിതാബിലും സുന്നത്തിലും വരും. ഒന്ന്, നേരത്തെ പറഞ്ഞ 3ഉം ഉൾക്കൊള്ളുന്ന അർത്ഥം, അഥവാ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക, നാവ് കൊണ്ട് പറയുക, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക. രണ്ടാമത്തേത് ആന്തരിക പ്രവർത്തനങ്ങൾ എന്ന അർത്ഥത്തിൽ. മൂന്നാമത്തെ എന്താണ്? തൗഹീദ് എന്ന അർത്ഥത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞ ഈ ഹദീസിൽ ഇത് 3മാണ് ഉദ്ദേശം. ഖുൽ ആമൻതു ബില്ലാഹ്, നീ പറയുക ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, എനിക്ക് അള്ളാഹുവിൽ ഈമാനുണ്ട്. സുമ്മ ഇസ്തഖിം, എന്നിട്ട് നീ ഇസ്തിഖാമത്ത് കൈക്കൊള്ളുക, നീ നേരെ ചൊവ്വേ ഈ ദീനിൽ സ്ഥിരതയോടെ എന്നും നിലകൊള്ളുക. അതാണ് ഇസ്തിഖാമ. ഈ ദീനിൽ നീ നേരെ ചൊവ്വേ നിലകൊള്ളുക, സ്ഥിരതയോടെ എന്നും. അതാണ് യഥാർത്ഥത്തിൽ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ. ഇസ്തിഖാമത്ത് ഒരാൾക്കുണ്ടായോ അയാൾ വിജയിച്ചിരിക്കുന്നു, അയാൾക്കുള്ളതാണ് വിജയം, അയാൾക്കുള്ളതാണ് സ്വർഗം. അള്ളാഹു പറഞ്ഞു സൂറത്തുൽ അഹ്ഖാഫിൽ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا فلا خوف عليهم ولا هم يحزنون أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون إن الذين قالوا ربنا الله.
ആരാണോ പറഞ്ഞത്, ഏതൊരു കൂട്ടരാണോ പറഞ്ഞത് ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്, സുമ്മ ഇസ്തഖാമു, എന്നിട്ട് ഇസ്തിഖാമത്ത് കൈക്കൊണ്ടത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ പേടിക്കേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗാവകാശികൾ. ഹും ഫീഹ ഖാലിദീന ഫീഹ, അവരവിടെ ശാശ്വതരായിരിക്കും. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമാണത്. മറ്റൊരു സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. ആരാണോ ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞത്, എന്നിട്ട് ഇസ്തിഖാമത്ത് കൈക്കൊണ്ടത്, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും. എങ്ങനെ ഇറങ്ങി വരും? തതനസ്സലു എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് കൂട്ടം കൂട്ടമായി ഇറങ്ങി വരും. ഒരു കൂട്ടർ കഴിഞ്ഞാൽ അടുത്ത കൂട്ടർ, ഒരു കൂട്ടം കഴിഞ്ഞാൽ അടുത്ത കൂട്ടർ. ഏത് സമയത്താണിത്? അവർ മരിക്കുന്ന സമയത്താണ്. ഈ മുഅ്മിനുകൾ മരിക്കുന്ന സമയത്ത് കൂട്ടം കൂട്ടമായി മലക്കുകൾ അവരുടെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്, സന്തോഷം അറിയിച്ചുകൊണ്ട്. അബ്ഷിർ, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. ബിറൗഹിൻ വറൈഹാനിൻ വറബ്ബിൻ ഗൈരി ഗദ്ബാനിൻ, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക സ്വർഗത്തിലെ പരിമളവും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും നിങ്ങളോട് കോപിക്കാത്ത റബ്ബുണ്ട് എന്ന കാര്യം കൊണ്ടും സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു മലക്കുകൾ അവരുടെ അരികിലേക്ക് ഇറങ്ങി വരും. എന്താണ് അവർ പറയുക? അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കണ്ട. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ട. വഅബ്ശിറു, മറിച്ച് നിങ്ങൾ സന്തോഷിക്കുക. ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെടുന്ന സ്വർഗം കൊണ്ട് സന്തോഷിക്കുക. പേടിക്കരുത്, ദുഃഖിക്കരുത്. ഇത് രണ്ടുമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? കാരണം മരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ലോകം വിട്ട് മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ്. ദുനിയാവ് വിട്ട് അവൻ പോകുന്ന അവൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു നാളിലാണ് അവനുള്ളത്, മരിക്കുന്ന ദിവസം. എന്താണ് മരിക്കുന്ന ദിവസത്തിൻ്റെ പ്രത്യേകത? ആ ദിവസം എന്ന് പറയുന്നത് ഒരു നിർണായക ഘട്ടമാണ്, വഴിത്തിരിവാണ്. ഏതുപോലെ? അവൻ ജനിച്ച ദിവസം പോലെ. ജനിച്ച ദിവസം അവൻ ഒരു ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്ക്, ഒരു ലോകത്ത് നിന്ന് അതിനേക്കാൾ എത്രയോ വിശാലമായ ഒരു ലോകത്തേക്ക് വരികയാണ്. അതുപോലെയാണ് അവൻ മരിക്കുന്ന ദിവസവും. ഒരു ലോകത്ത് നിന്ന് അവൻ അതിനേക്കാൾ എത്രയോ വിശാലമായ മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പരലോകമുണ്ട് എന്നതിന് മനുഷ്യൻ്റെ ജനനം തന്നെ മതിയായ തെളിവാണ്. ഉമ്മയുടെ വയറ്റിൽ കഴിയുന്ന ഗർഭപാത്രത്തിൽ കഴിയുന്ന ഒരു കുഞ്ഞിനോട് ഒരാൾക്ക് സംസാരിക്കാൻ സാധിച്ചു എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ കുഞ്ഞിനോട് നമുക്കൊന്ന് സംസാരിക്കാൻ സാധിച്ചുവെങ്കിൽ ആ കുഞ്ഞിനോട് ഒരാൾ പറയുകയാണ്, മോനെ മോളെ, ഇതാ ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞാൽ നീ ഒരു ലോകത്തേക്ക്, നീ ഇപ്പോൾ കഴിയുന്ന ഈ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് നിനക്ക് പോകാനുണ്ട്. നീ ഈ ജീവിച്ച ജീവിതമല്ല അവിടെ എല്ലാം മാറ്റമാണ്. ഇവിടെ നിനക്ക് ഭക്ഷണം ലഭിക്കുന്നത് പോലെയല്ല അവിടെ ഭക്ഷണം. അവിടെ നീ പുറത്തേക്ക് ഇറങ്ങിയാൽ നിനക്ക് നിൻ്റെ ഉമ്മയെ കാണാം, നിൻ്റെ ഉപ്പയെ കാണാം, വിശാലമായ ഭൂമി കാണാം. അവിടെ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, രാവുണ്ട്, പകലുണ്ട്. അവിടെ പൂക്കളുണ്ട്, പുഴകളുണ്ട്, സമുദ്രമുണ്ട്. അവിടെ നീ ഇങ്ങനെ ജീവിക്കും, നീ വലുതാകും, നീ നടക്കും, നീ സംസാരിക്കും, നീ വിവാഹം കഴിക്കും, നിനക്ക് മക്കളുണ്ടാകും, എന്നിട്ട് പിന്നീട് നീ മരിക്കും എന്നൊക്കെ ഒരു കുഞ്ഞിനോട് പറയുകയാണ് എങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ആ കുഞ്ഞ് തിരിച്ചിങ്ങനെ പറഞ്ഞാലോ? അതെങ്ങനെ സംഭവിക്കും? ഇതിന് പുറത്തൊരു ലോകമോ? അതെങ്ങനെ സംഭവിക്കും? പോയ ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? എന്താണ് തെളിവ് എന്ന് ആ കുഞ്ഞ് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതിനേക്കാൾ വലിയ വിഡ്ഢിത്തമാണ് ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പരലോകമില്ല എന്ന് പറയുന്നത്. ഇതാ, ഇവിടെ നീ മരിച്ചാൽ നീ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ പ്രവിശാലമായ ഭൂമിയിലേക്ക് എങ്ങനെ വന്നുവോ അതിനേക്കാൾ വിശാലമായ ഒരു ലോകത്തേക്ക് നിനക്ക് മരണത്തോടെ പോകാനുണ്ട്. നീ ജനിച്ച ദിവസം അത് പ്രയാസത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ടാണ് ജനിക്കുന്ന ദിവസം കുഞ്ഞ് കരയുന്നത്. ഇമാമുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പഴം അതിൻ്റെ ചെടിയിൽ, അതിൻ്റെ വൃക്ഷത്തിൽ നിൽക്കുന്ന സമയത്ത് അത് ശക്തമായിരിക്കും, അതിനൊരു ബലമുണ്ട്. എന്നാൽ അത് പൊട്ടിച്ച് പറിച്ചിങ്ങെടുത്താൽ അതിൻ്റെ ബലം നഷ്ടപ്പെട്ടു എന്നതുപോലെയാണ് ഒരു കുഞ്ഞ്
ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതിനകത്ത് അത് ശക്തിയുള്ളതാണ്. പുറത്തേക്ക് അത് വരുന്നതോടെ ആ പ്രയാസം സഹിച്ച് വന്ന് കുഞ്ഞ് കരയുകയാണ്. ആളുകൾ അതിനെ കണ്ട് ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു കവി പാടിയിട്ടുള്ളത്, വലദത്ക ഉമ്മുക ഇദ് വലദത്ക ബാക്കിയ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറ ഫഅമൽ ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫി യൗമി മൗതിക ضاحികൻ മസ്റൂറ. നിന്റെ ഉമ്മ പ്രസവിച്ച അന്ന് നീ കരയുകയായിരുന്നു. നിനക്ക് ചുറ്റും നിന്ന ആളുകൾ ചിരിക്കുകയും, നിനക്ക് ചുറ്റും നിന്ന് ആളുകൾ ചിരിക്കുമ്പോൾ നീ കരയുകയായിരുന്നു. ഇനിയൊരു ദിവസം വരാനുണ്ട്, ആളുകൾ നിനക്ക് ചുറ്റും നിന്ന് കരയുന്ന രംഗം. അങ്ങനെ ഒരു ദിവസം, അന്ന് നീ സന്തോഷിക്കുന്നവനാകാൻ, നീ സന്തോഷത്തോടെ ഈ ലോകം വിട്ടുപോകാൻ നീ ഇപ്പം പണിയെടുത്തുള്ളൂ. വലദത്ക ഉമ്മുക ഇദ് വലദത്ക ബാക്കിയ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറ ഫഅമൽ ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫി യൗമി മൗതിക ضاحികൻ മസ്റൂറ. എത്ര അർത്ഥവത്തായ വാക്കാണതെന്ന് ചിന്തിച്ചു നോക്കൂ. ഇതുപോലെ ഉള്ളൊരു ദിവസമാണ് മരണത്തിൻ്റെ ദിവസം. അന്ന് ഈ ലോകം വിട്ട് അടുത്ത ലോകത്തേക്ക് പോവുകയാണ്, മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ്. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി മനുഷ്യൻ പോവുകയാണ്. എന്താണ് സഹോദരങ്ങൾ, അപരിചിതമായ ഒരു നാട്ടിൽ ഒരാൾക്ക് എത്തിപ്പെട്ടാൽ ആദ്യം തോന്നുക? സ്വന്തം നാട്ടിൽ നിന്ന് ആദ്യം വിദേശത്തേക്ക് വന്ന സമയത്ത്, ആ ദിവസം വിദേശത്ത് ആദ്യമായി വന്നിറങ്ങിയ ദിവസം, അന്ന് മനുഷ്യന് തോന്നുക രണ്ട് വികാരങ്ങളാണ്. ഒന്ന്, അവന് പേടി തോന്നും. കാരണം എവിടെയാണ് ഈ വന്നിട്ടുള്ളത്, എന്താണ് ഇവിടുത്തെ സ്ഥിതി, ആരാണ് ഇവിടെ ഉള്ളത്, ഇവിടുത്തെ ആളുകൾ എങ്ങനെയായിരിക്കും, ഒന്നും അറിയില്ല, എൻ്റെ കാര്യം എങ്ങനെ മുന്നോട്ട് പോകും എന്ന പേടികളാണ് ഉള്ളത്. രണ്ടാമത് അവന് തോന്നുന്ന വികാരം അത് സങ്കടമാണ്, ദുഃഖമാണ്. പ്രിയപ്പെട്ടവരെ, അവൻ ഓടി നടന്നിരുന്ന, അവൻ സഞ്ചരിച്ചിരുന്ന അവൻ്റെ നാട്, അവൻ്റെ കൂട്ടുകാർ, അവൻ്റെ പ്രിയപ്പെട്ട ഇവരൊക്കെ വിട്ടുവന്നതിനുള്ള പ്രയാസം, ഈ രണ്ടുമാണ് ഒരു പുതിയ സ്ഥലത്തേക്ക് എത്തിപ്പെട്ടാൽ ഒരാൾക്ക് തോന്നുന്നത്. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന മുഅ്മിനോട് മലായികത്ത് പറയും, അല്ല തഖാഫു, പേടിക്കേണ്ടതില്ല, വല തഹ്സനു, ദുഃഖിക്കേണ്ടതില്ല. അഥവാ നിങ്ങൾ ചെല്ലുന്ന പരലോകത്തെ ഓർത്ത് പേടിക്കേണ്ട. വല തഹ്സനു, വിട്ടുപോകുന്ന ദുനിയാവിനെ ഓർത്ത് സങ്കടപ്പെടേണ്ടതുമില്ല. വ അബ്ശിറു, മറിച്ച് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. ബിൽ ജന്ന അല്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന സ്വർഗം കൊണ്ട് സന്തോഷിച്ചുകൊള്ളുക. നഹ്നു ഔലിയാഉകും, ഞങ്ങളാണ് നിങ്ങളുടെ മിത്രങ്ങൾ. ഫിൽ ഹയാത്തി ദുനിയ ഓ ഫിൽ ആഖിറ, ഇഹലോക ജീവിതത്തിലും പരലോകത്തിലും ഞങ്ങൾ മലക്കുകളാണ്, മുഅ്മിനീങ്ങളെ നിങ്ങളുടെ മിത്രങ്ങൾ. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും, ഈ ചെല്ലുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കും. വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ലഭിക്കും. നുസുലൻ മിൻ ഗഫൂരിർ റഹീം, നുസുലൻ അത് വിരുന്നാണ്, മിൻ ഗഫൂരിർ റഹീം, ഗഫൂറും റഹീമുമായ റബ്ബിൻ്റെ വിരുന്നാണ് നുസുൽ എന്നാണ് അള്ളാഹു സ്വർഗത്തെ വിശേഷിപ്പിച്ചത്. നുസുൽ വിരുന്നാണ്. എന്താണ് നുസുലിൻ്റെ പ്രത്യേകത? വീട്ടിൽ സാധാരണ ഒരാൾ തയ്യാറാക്കുന്ന ഭക്ഷണമല്ല, അതിഥികൾ വരുമ്പോൾ ഉണ്ടാക്കുക, അത് നുസുലാണ്. സ്വർഗം അള്ളാഹു വിശേഷിപ്പിച്ചത് നുസുലാണ് എന്നാണ്. അത് സാധാരണ ഒരു സുഖമോ സാധാരണയിലുള്ള സന്തോഷമോ അല്ല ഇവിടെ ഉള്ളത്, മറിച്ചത് റബ്ബിൻ്റെ വിരുന്നാണ്, അവനെ കാണാൻ ചെല്ലുന്നവർക്കുള്ള വിരുന്ന്. സ്വർഗത്തിലെ യഥാർത്ഥ സുഖം എന്നാൽ റബ്ബിനെ കാണുക എന്നതാണ്. ബാക്കിയെല്ലാം അവനിലേക്ക് ചെന്ന മുഅ്മിനീങ്ങൾക്ക് അവൻ നൽകുന്ന വിരുന്നാണ് സ്വർഗം എന്ന് പറയുന്നത്. അള്ളാഹു നമ്മെ അവിടെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, ഇസ്തിഖാമത്തിൻ്റെ ഫലം യഥാർത്ഥത്തിൽ ഇതാണ്. ഇസ്തിഖാമത്തിൻ്റെ ഫലം യഥാർത്ഥത്തിൽ ഇതാണ്. ഇത് നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ചിന്തിക്കുക, എന്താണ് യഥാർത്ഥത്തിൽ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ? ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഉദ്ദേശം ദീനിൽ നേരെ ചൊവ്വേ നിലകൊള്ളുക എന്നതാണ്, സ്ഥിരത ഉണ്ടായിരിക്കുക എന്നതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇമാം ഇബ്നുൽ ഖയ്യിം തൻ്റെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിൽ പറഞ്ഞു, സമിഅ്തു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് യഖൂൽ, ആരാണ് ഇസ്തിഖാമത്ത് കൈക്കൊണ്ടവർ എന്നതിനെക്കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നതായി ഞാൻ കേട്ടു. ഇസ്തഖാമു അലാ മഹബ്ബതിഹി വഉബൂദിയ്യതിഹി ഫലം യൽതഫിതു അൻഹു യുംനതൻ വലാ യുസ്റ.
അവർ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ, അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി ജീവിക്കുക എന്നതിൽ, അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നതിൽ ഉറച്ചു നിന്ന ആളുകളാണ്, അതിൽ തുടർന്നു പോയ ആളുകളാണ്. അവർ വലത്തോട്ടോ ഇടത്തോട്ടോ തെന്നിപ്പോയില്ല. റബ്ബല്ലാത്തവരിലേക്ക് അവർ തിരിഞ്ഞു നോക്കിയില്ല. നമ്മുടെ മുൻഗാമികളുടെ വാക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഇസ്തിഖാമത്ത് അതിൻ്റെ വിശദീകരണത്തിൽ അവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇസ്തിഖാമത്തിൽ അതിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് നമുക്ക് ചുരുങ്ങിയ നിലക്ക് മൂന്നായി മനസ്സിലാക്കാം. 3 കാര്യങ്ങളാണ് പ്രധാനമായും പണ്ഡിതന്മാർ ഇസ്തിഖാമത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇഖ്ലാസും ഇത്തിബാഉം. ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക, റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശത്തിൽ ഇതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. സുഫിയാൻ റളിയല്ലാഹു അൻഹു അന്ന് ചോദിച്ചു, നബിയെ എനിക്കൊരു വാക്ക് പറഞ്ഞു തരൂ, അങ്ങല്ലാത്ത മറ്റൊരാളോടും എനിക്ക് ചോദിക്കേണ്ടതില്ലാത്ത വാക്ക്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒന്നാമത്തെ വാക്ക് എന്താ? ഖുൽ ആമൻതു ബില്ലാഹ്. നീ പറയുക, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അതിലുള്ളത് എന്താണ്? യഥാർത്ഥത്തിൽ ഇഖ്ലാസാണ്. ഇഖ്ലാസാണ് അതിലുള്ളത്. പിന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? തുമ്മ ഇസ്തഖിം. പിന്നെ നീ നേരെ ചൊവ്വയെ നിലകൊള്ളുക. അതിലെന്താണ് യഥാർത്ഥത്തിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാതെ ഒരാൾക്കും ഇസ്തിഖാമത്ത് കൈക്കൊള്ളാൻ സാധ്യമല്ല. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, ശിർക്ക് കലരാതെ. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, നബിയുടെ സുന്നത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നിപ്പോകാതിരിക്കുക എന്നത്. ഇതാണ് ഒന്നാമത്തെ ഇസ്തിഖാമത്തിൽ ഉൾക്കൊള്ളുന്ന പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുള്ള കാര്യം. രണ്ടാമത് പണ്ഡിതന്മാർ വിശദീകരിച്ച് നമുക്ക് കാണാം, ഇസ്തിഖാമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇൽമാണ്, അറിവാണ്. അറിവില്ലാതെ ഒരാൾക്കും നേരായ പാതയിൽ നേരെ ചൊവ്വെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാതെ നിലകൊള്ളാൻ സാധ്യമല്ല. അറിവില്ല എങ്കിൽ ആളുകൾ, ജനങ്ങൾ പറയുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോകും. പഠിച്ചില്ല എങ്കിൽ ഒരാൾ ആളുകൾ ചെയ്യുന്നത് കണ്ടാൽ അവൻ പതറിപ്പോകും. നിങ്ങൾ കണ്ടിട്ടില്ലേ, അറിവില്ലാത്ത ആളുകൾ ഹജ്ജിനെയോ അല്ലെങ്കിൽ ഉംറയെയോ കുറിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി മക്കയിലേക്ക് ചെല്ലും. അവിടെ ചെന്നാൽ എന്താണ് കാണുന്നത്? ഒരുപാട് നാടുകളിൽ ആളുകൾ, പല പല രൂപത്തിൽ ദീൻ മനസ്സിലാക്കിയ ആളുകൾ വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. കിട്ടാവുന്നിടത്തൊക്കെ തൊട്ട് തടവുന്നു, എന്തൊക്കെയോ ദിക്റുകൾ ചൊല്ലുന്നു, മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചു കൊണ്ടുപോകുന്നു. വിവരമില്ലാത്തൊരു മനുഷ്യൻ അവിടെ എത്തിയാൽ അവൻ വിചാരിക്കും, അവൻ ഒരാൾ ഒന്ന് ചൊല്ലുന്ന കണ്ടാൽ അതുപോലെ ചൊല്ലാൻ നോക്കും, അവിടെ പോയി തൊട്ട് തടവുന്ന കണ്ടാൽ അതുപോലെ തൊട്ട് തടവാൻ നോക്കും, എവിടെയെങ്കിലും പിടിച്ചിരിക്കുന്ന കണ്ടാൽ അവിടെ പിടിച്ചിരിക്കാൻ നോക്കും. എന്നാൽ ദീൻ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കഅബ തവാഫ് ചെയ്യുമ്പോൾ അവനല്ലാത്ത ബാക്കി മുഴുവൻ മനുഷ്യരും ഏതെങ്കിലും ബിദ്അത്തുകൾ, ദീനില്ലാത്ത കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നത് കണ്ടാലും അവൻ ഇളകുകയില്ല. കാരണം അവനുള്ളത് വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ നൂറിലാണ് അവനുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവസാന കാലത്ത് മസീഹു ദജ്ജാൽ വന്നാൽ അവൻ ഒരു മുഅ്മിനായ മനുഷ്യനെ രണ്ടായി മുറിക്കും. എന്നിട്ട് അതിനിടയിലൂടെ അവൻ നടന്നു പോകും. എന്നിട്ട് വീണ്ടും ഈ 2 കീറിയ മനുഷ്യനെ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് അവൻ ചോദിക്കും, ഞാൻ റബ്ബാണ് എന്ന കാര്യം നീ ഇപ്പോൾ വിശ്വസിച്ചോ? അയാൾ വിശ്വസിക്കാത്തതിൻ്റെ പേരാണ് അയാളെ 2 പകുത്തത്. ഇപ്പോൾ വിശ്വസിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഇനി തീരെ വിശ്വസിക്കുകയില്ല. എന്തുകൊണ്ടാണ്? കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെക്കുറിച്ച് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറുപ്പക്കാരൻ മസീഹു ദജ്ജാൽ വന്നാൽ ആളുകളെ വിളിച്ചുകൊണ്ട് പറയും, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഹാദ ദജ്ജാലു അല്ലദീ ദക്കറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യരെ, ഇവനാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന ദജ്ജാൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ അവസാന കാലത്ത്, അന്ത്യനാളിനോടടുത്ത കാലത്ത്
ആ മനുഷ്യനെ ഇത്രയും കൊടിയ ഫിത്നയിൽ നിന്ന്, മസീഹു ദജ്ജാലിനെ പോലെ ഒരു ഫിത്ന വേറെ വരാനില്ല, അത്രയും വലിയ ഫിത്നയിൽ ദീനിൽ നിന്ന് ഇളകിപ്പോകാതെ പിടിച്ചു നിർത്തിയത് എന്താണ്? അവൻ്റെ ഇൽമാണ്, അവൻ്റെ അറിവാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അയാൾ പഠിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അയാൾ പഠിച്ചതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഇതാ ജനങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയ ദജ്ജാലാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പഠിക്കുക. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഏറ്റവും ശ്രദ്ധിക്കുക. എന്തിനു വേണ്ടി? പഠിക്കുമ്പോഴുള്ള നമ്മുടെ നീയത്ത്, ഒന്നാമത്തെ നീയത്ത് നമ്മൾ രക്ഷപ്പെടാനാണ്, അവനവൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നമ്മൾ ഒരാളും ദീനല്ലാത്തത് പറഞ്ഞ് ഇത് ദീനാണെന്ന് പറഞ്ഞ് വഞ്ചിക്കരുത്. ദീനല്ലാത്ത എന്തെങ്കിലും പറഞ്ഞ് ഇത് ദീനാണ് എന്ന് പറഞ്ഞ് നമ്മെ വഞ്ചിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കുക. നമ്മിൽ നിന്ന് ജഹൽ, അറിവില്ലായ്മ എടുത്തു നീക്കുവാൻ, അള്ളാഹുവിനെ അവൻ പഠിപ്പിച്ചതുപോലെ ഇബാദത്ത് ചെയ്യാൻ, അതോടൊപ്പം നമ്മുടെ ചുറ്റുമുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ആ ദീൻ പകർന്നു നൽകാൻ. ഇതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം. ആ ദീനിൽ നമ്മൾ ഉറച്ചു നിൽക്കുക, ഇതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം. ആളുകൾ നമ്മെ അറിയലോ, ആളുകൾ നമ്മെ അംഗീകരിക്കലോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇസ്തിഖാമത്തിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, വിവരമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, വിവരമുള്ള ആളുകൾ പറഞ്ഞത് കാണാം, കുൻ സാഹിബൽ ഇസ്തിഖാമ, നീ ഇസ്തിഖാമത്തിൻ്റെ ആളാവുക, ലാ താലിബൽ കറാമ, നീ കറാമത്ത്, ബഹുമാനാദരവുകൾ, ആളുകളുടെ ബഹുമാനാദരവുകൾ, അതല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഞാനൊരു ഖൈറിൻ്റെ ആളായി, അള്ളാഹിൻ്റെ വലിയായി, അള്ളാഹ് എനിക്ക് ആളുകൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ കറാമത്തൊക്കെ നൽകുക, ജനങ്ങൾക്കിടയിൽ ആദരിക്കപ്പെടുക, അത് തേടുന്നവനല്ല നീ ആകണം. നീ ഇസ്തിഖാമത്തിൻ്റെ ആളാവുകയാണ് വേണ്ടത്. ജനങ്ങൾ നിന്നെക്കുറിച്ച് എന്ത് പറയട്ടെ, പറയാതിരിക്കട്ടെ, നീ റബ്ബിൻ്റെ മുന്നിൽ രക്ഷപ്പെടുകയാണ് വേണ്ടത്. ആളുകൾ നിനക്ക് നിന്നിൽ നിന്നൊന്നും ഒരു ഖൈറും നിനക്ക് നൽകാനോ എന്തെങ്കിലും ഒരു ഷർറ് നിന്നിൽ നിന്ന് എടുത്ത് നീക്കാനോ ഈ മനുഷ്യർക്കാർക്കും സാധ്യമല്ല, അവരൊന്നുമല്ല. മറിച്ച് നീയും നിന്റെ റബ്ബും എന്ന കാര്യം നീ എപ്പോഴും ചിന്തിച്ചു കൊള്ളുക. കാരണം നഫ്സ്, മനുഷ്യൻ്റെ മനസ്സെപ്പോഴും ആളുകളുടെ ആദരവുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും. എന്നാൽ റബ്ബ് നിന്നിൽ നിന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് നീ ഇസ്തിഖാമത്ത് കൈക്കൊള്ളാനാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അഅ്ളമുൽ കറാമ ലുസൂമുൽ ഇസ്തിഖാമ, അഅ്ളമുൽ കറാമ ലുസൂമുൽ ഇസ്തിഖാമ, ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് ഇസ്തിഖാമത്ത് കൈക്കൊണ്ട് ദീനിൽ അടിയുറച്ച് നിൽക്കുക എന്നതാണ്. മനസ്സിലായില്ലേ? നീ നിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് വതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. മുഅ്മിനുകളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു എന്ന് ഓരോ നഫ്സും നോക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ്, ജനങ്ങളെയല്ല. നീ റബ്ബിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ കാത്തുകൊള്ളും. റബ്ബിനെ നീ സൂക്ഷിക്കുക, റബ്ബിനെ നിനക്ക് മുന്നിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ ഉപദേശത്തിൽ ഉള്ളതുപോലെ. അതുകൊണ്ട് പഠിക്കുക. എന്തിനു വേണ്ടി? ദീനിൽ നമ്മൾ ശരിക്കും നിലകൊള്ളാൻ. ഇത് ഇസ്തിഖാമത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദീനിൽ ഉറച്ചു നിൽക്കാൻ സാധ്യമല്ല ഒരാൾക്ക് പഠിക്കാതെ സാധ്യമല്ല. എന്താണ് പഠിക്കേണ്ടത്? ഏറ്റവും ആവശ്യമുള്ളത് ആദ്യം പഠിക്കുക. ഓരോ മനുഷ്യനും അള്ളാഹു പഠിക്കൽ നിർബന്ധമാക്കിയ വിജ്ഞാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ചാണ് പറഞ്ഞത്, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് അവൻ അറിവ് നേടുക എന്നത്. അത് ഏത് അറിവാണ്? എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമായ അറിവ്. ഒന്നവൻ്റെ വിശ്വാസം, അവൻ്റെ അഖീദ നേരെയായിരിക്കണം. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, അറിഞ്ഞിരിക്കണം. അതറിയില്ല എന്ന് റബ്ബിനോട് പറയാൻ നിനക്ക് യാതൊരു ഒഴികഴിവുമില്ല. റബ്ബെ, എനിക്ക് തൗഹീദ് അറിയില്ല എന്ന് പറയാൻ നിനക്ക് എന്തൊഴിവ് കഴിവാണുള്ളത്? അള്ളാഹു അവൻ്റെ കിതാബ് നിനക്ക് അവതരിപ്പിച്ച് തന്നിട്ട് അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ആളുകൾ, അവരുടെ വിളി നീ കേട്ടിട്ട്, എന്നിട്ട് നീ റബ്ബിനോട് എന്ത് ഒഴിവ് കഴിവ് പറയാനാണ്? അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ നൂർ അവതരിപ്പിച്ചിരിക്കുന്നു, അത് നീ അറിഞ്ഞിട്ടുള്ളൂ. ബാക്കി ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ നിനക്ക് എന്ത് സാമർഥ്യമാണ്? നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ എന്തെല്ലാം പഠിച്ചെടുക്കും, എന്തും പഠിച്ചെടുക്കും. ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഭാഷ ഒരാൾ പറയണം, ഇതാ അടുത്ത മാസം മുതൽ നിനക്ക് ഇത്ര
ശമ്പളം തരും. അത് പഠിച്ചാൽ എങ്ങനെയെങ്കിലും പോയിട്ടൊരു മനുഷ്യൻ പഠിക്കും. എന്തിനു വേണ്ടി? അവൻ്റെ ദുനിയാവിൻ്റെ ജീവിത നിലവാരം ഒന്ന് മെച്ചപ്പെടാൻ വേണ്ടി. സഹോദര, നിൻ്റെ ദുനിയാവ് എങ്ങനെ മെച്ചപ്പെട്ടാലും രണ്ടാളൊരു കാര്യം നിന്നെ കാത്തിരിക്കുന്നു. ഒന്നുകിൽ വാർദ്ധക്യം അല്ലെങ്കിൽ മരണം. ഇത് രണ്ടിലൊന്ന് ഉറപ്പാണ്. ഇത് രണ്ടും ഏത് സുഖത്തിലും കല്ലുകടിയായി ഈ ദുനിയാവിലെ ഏത് സുഖമാകട്ടെ, ഏത് ആഡംബരമാകട്ടെ, ഏത് സന്തോഷമാകട്ടെ, അതിന് കല്ലുകടിയായി ഈ രണ്ട് കാര്യം. രണ്ടിലൊരു കാര്യം ധാരാളമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ധാരാളമാണ്. മനസ്സിലായില്ലേ? ഒന്നുകിൽ നീ വാർദ്ധക്യമെത്താതെ മരിച്ചു പോകും, കഴിഞ്ഞു, അതോടെ എല്ലാ ലബ്ധത്തും മുറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങൾ ധാരാളമായി ഓർക്കുക എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ. സകല സുഖങ്ങളും അതോടെ മുറിഞ്ഞു. എത്ര വലിയ മണിമേടയിൽ താമസിക്കുന്നവനും, എത്ര വലിയ വാഹനത്തിൽ സഞ്ചരിച്ചവനും, എത്ര സന്തോഷത്തിൽ മതിമറന്നവനും മരിച്ചോ അവനെ ഒരു ദിവസം പോലും ആളുകൾ ദുനിയാവിൽ അവനെ വെക്കാൻ ആളുകൾ തൃപ്തിപ്പെടുകയില്ല. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക അവനെ കബറടക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവൻ്റെ കഫൻ പുടവ വാങ്ങാൻ, അവനെ കുളിപ്പിക്കാൻ. കബറടക്കി കഴിഞ്ഞാൽ അല്ലാതെ ആളുകൾ സ്വസ്ഥരാവുകയില്ല. മരിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം? എപ്പോൾ കബറടക്കും? എപ്പോഴാണ് കബറടക്കുക? ഇതാണ് ആദ്യം ചോദിക്കുന്നത്. അവനെ മണ്ണിലേക്ക് കൊണ്ടുവച്ച് മണ്ണിട്ട് മൂടും. ആരാകട്ടെ, എത്ര വലിയവനാകട്ടെ. യാ സുബ്ഹാനല്ലാഹ്, ആരെല്ലാം നമുക്ക് മുന്നേ ഈ ദുനിയാവിലൂടെ അഹങ്കരിച്ച് നടന്നവരും സന്തോഷിച്ചവരും, നമ്മെപ്പോലെ ഭാര്യയും മക്കളും കൂട്ടുകാരും കച്ചവടവും വാഹനങ്ങളും ഇതെല്ലാം ഉണ്ടായിരുന്ന, ദുനിയാവ് ആസ്വദിച്ച, കളിച്ചു ചിരിച്ചവർ, അവർ ഖബറിടങ്ങളിലാണ്, അവർ ഖബറുകൾക്കുള്ളിലാണ്. ഒരു കവി പറഞ്ഞിട്ടുള്ളതുപോലെ, അല അയ്യുഹന്നാസി ലിയൗമി റഹീലിഹി അറാക അനിൽ മൗതിൽ മുഫർരിഖി ലാഹിയ. ഓ ജനങ്ങളെ, നിങ്ങൾ യാത്ര പോകാനുള്ള ഒരു നാളിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. അറാക അനിൽ മൗതിൽ മുഫർരിഖി ലാഹിയ, നിന്നെ വേർപെടുത്തി കളയുന്ന മരണത്തെക്കുറിച്ച് അശ്രദ്ധനായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത്. അലം തഅ്തബിർ ബിദ്ദാഇനീന ഇലൽ ബല വതർകിഹിമു ദുനിയ ജമീഅൻ കമാ ഹിയ. മരിച്ചുപോയ ഖബറുകളിൽ അടക്കപ്പെട്ട ആളുകളിൽ നീ പാഠം ഉൾക്കൊള്ളുന്നില്ലേ? വതർകിഹിമു ദുനിയ ജമീഅൻ കമാ ഹിയ, ദുനിയാവ് ഒന്നാകെ അതൊക്കെ അതുപോലെ വിട്ടേച്ച് അവർ പോയി എന്നതിൽ നിനക്ക് പാഠമില്ലേ? വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ ആമറു മിൻ മൻസിലിൻ ضل ഖാലിയ. അവർ ഒരു കഷ്ണം കഫൻ പുടവയും ഒരു തുണിയും ഏതാനും പഞ്ഞിയും കൊണ്ടാണ് അവർ പോയത്. വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ ആമറു മിൻ മൻസിലിൻ ضل ഖാലിയ. അവർ താമസിച്ച വീടുകളെല്ലാം കാലിയായിരിക്കുന്നു, അത് വിട്ടേച്ചവർ പോയി. വഅൻത ഗദൻ ഔ ബഅദഹു ഫീ ജിവാരിഹിം വഹീദൻ ഫരീദൻ ഫിൽ മഖാബിരി സാവിയ. നീ നാളെ അല്ലെങ്കിൽ അതിനടുത്ത ദിവസം അവരുടെ അയൽവാസിയായി, വഹീദൻ ഫരീദൻ, ഏകനായി ഒറ്റക്ക്, ഫിൽ മഖാബിരി സാവിയ, ഖബറിൽ കഴിയേണ്ടവനാണ്. ഇത് ആലോചിച്ച് നോക്കുക, ഇത് ചിന്തിക്കുക. എത്ര സുഖങ്ങളിലാണ് എങ്കിലും മനുഷ്യനെ ഇത് കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മുടെ ഈ പരലോകത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് പണിയെടുക്കേണ്ടത്. അതിനുവേണ്ടി അല്ലാത്ത അധ്വാനം, ദീനിൻ്റെ അധ്വാനം നീ അധ്വാനിച്ചാൽ അത് നഷ്ടത്തിലായിരിക്കും. ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ പോലും നീ പരലോകം ഉദ്ദേശിച്ചാൽ അള്ളാഹു പ്രതിഫലം നൽകുമെന്നാണ്. ജായിസായ ഒരു കാര്യം, ജോലി ചെയ്യുന്നു, പഠിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നീ അതിൽ നല്ല നിയത്ത് വെച്ചാൽ അത് പരലോകത്തേക്ക് നിനക്ക് ഗുണകരമായി തീരുമെന്നാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, നമുക്ക് വേണ്ടി പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി പഠിക്കുക, അറിവ് നേടുക, നമ്മുടെ വിശ്വാസം ആദ്യം പഠിക്കുക. പിന്നെ നമുക്ക് ഓരോ മുസ്ലിമിനും നിർബന്ധമായ കർമ്മങ്ങളുണ്ട്. നിസ്കാരം, ആ നിസ്കാരം ശരിയാകണമെങ്കിൽ ശുദ്ധീകരണം ശരിയാകണം, തഹാറത്ത് ശരിയാകണം, വുദൂഉം അതുപോലെ കുളിയും പോലെയുള്ള കാര്യങ്ങൾ ശരിയായിരിക്കണം. സക്കാത്ത് നൽകാൻ മാത്രമുള്ള സമ്പത്ത് ഒരാൾക്കുണ്ടോ, സക്കാത്തിനെ കുറിച്ച് അയാൾ പഠിക്കണം, നോമ്പിനെ കുറിച്ച് പഠിക്കണം, ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്തും കഴിവും ഒരാൾക്കുണ്ടോ അതേക്കുറിച്ച് പഠിക്കണം. ഇങ്ങനെ ദീനിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ നോക്കൂ, ശുഭത്തുകൾ, ദീനിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ തലങ്ങും വിലങ്ങും നടമാടുന്ന ഇക്കാലത്ത് ശിർക്കും ബിദ്അത്തും കുഫ്റും നിരീശ്വരവാദവുമെല്ലാം പ്രചരിപ്പിക്കാൻ
ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എമ്പാടും പണിയെടുക്കുന്ന ഈ കാലത്ത് അറിവുമായി നമ്മൾ നിരന്തര ബന്ധം പുലർത്തുക, ദീനിൻ്റെ വിജ്ഞാനവുമായി നമ്മൾ നിരന്തര ബന്ധം പുലർത്തുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയം ഈ ദീനിൽ ശരിയായ രൂപത്തിൽ ഉറച്ചു നിൽക്കാൻ എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ദീനിനെ കുറിച്ച് സംശയങ്ങളുമായി ഒരിക്കലും നടക്കരുത്. മനസ്സിലായില്ലേ? ദീനിനെ കുറിച്ച് ആശയക്കുഴപ്പങ്ങളും മനസ്സിൽ വെച്ച് ഒരിക്കലും നീ നടക്കരുത്. അത് തീർത്ത് അതിൽ ശമനം ഷിഫ നേടിയിട്ടല്ല അത് നീ കിടന്നുറങ്ങരുത്. അതല്ല എങ്കിൽ എന്ത് സംഭവിക്കും? നിന്റെ ഈമാൻ നശിച്ചു പോയേക്കും. മനസ്സിലായില്ലേ? ദീനിൻ്റെ അടിത്തറകളെ ബാധിക്കുന്ന ആശയക്കുഴപ്പങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും കാലം നമുക്ക് ആവശ്യം വരുന്ന ഏതെങ്കിലും ഒരു മസാല നമുക്കറിയില്ല, തലാഖുമായി ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ അനന്തര സ്വത്ത് വിഹിതം വെക്കുന്നതുമായി ബന്ധപ്പെട്ടതോ ഒരു മസാലയിൽ നമുക്ക് സംശയമുണ്ട്, അത് ഇന്ന് തീർത്തിട്ടല്ലാതെ കിടന്നുറങ്ങാൻ പാടില്ല എന്നല്ല ഈ പറയുന്നത്. നല്ലതാണ് ഈ ദീൻ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചാൽ. പക്ഷേ നിന്റെ ദീനിൻ്റെ അടിത്തറയെ ബാധിക്കുന്ന ഒരാശയക്കുഴപ്പവും മനസ്സിൽ വെച്ചുറങ്ങാൻ പാടില്ല. നീ മരിക്കുമ്പോൾ ഏത് സമയത്തും എങ്ങനെ മരിച്ചു പോകുമെന്നറിയില്ല. അതുപോലെ അതിനേക്കാൾ മുൻപേ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്തരം ആശയക്കുഴപ്പങ്ങൾ വരാൻ സാധ്യതയുള്ള ഇടങ്ങൾ കരുതിയിരിക്കുക. അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ചെല്ലരുത്. ഇസ്ലാമിനെ, ഈ ദീനിനെ, അള്ളാഹുവിൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത വിളിക്കുന്ന തിന്മയുടെ വക്താക്കളുടെ സംസാരങ്ങൾ നീ കേൾക്കാൻ പോകരുത്. മനസ്സിലായില്ലേ? അത് നീ കേൾക്കാൻ പോകരുത്. വളരെ മോശമാണ് കാര്യം, വളരെ അപകടകരമാണ് കാര്യം. ചില ആളുകൾ ചോദിക്കാതെ എന്താണ് ഇസ്ലാം അങ്ങനെ തുമ്മിയാൽ തെറിച്ചു പോകുന്ന മൂക്കാടോ? ആശയങ്ങളെല്ലാം കേൾക്കുക, എന്നിട്ട് നല്ലത് പിൻപറ്റുക എന്നതല്ലേ? അല്ല, ഇസ്ലാം തുമ്മിയാൽ തെറിച്ചു പോകുന്ന മൂക്കായതുകൊണ്ടല്ല ഈ പറയുന്നത്. പക്ഷെ നിന്റെ കൽബ് അതിനായിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? ആശയക്കുഴപ്പങ്ങൾ, ദീനിനെ കുറിച്ചുള്ള സംശയങ്ങൾ, ഇതെല്ലാം കേൾക്കുകയും അത് വിലയിരുത്തുകയും ചെയ്യാൻ അനുവാദമുള്ളത് അതിന് മറുപടി പറയാൻ ഒരുങ്ങിയിട്ടുള്ള, അതിന് കഴിവുള്ള പണ്ഡിതന്മാർക്ക് മാത്രമാണ്. അതല്ലാത്ത സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ദീനിൻ്റെ ആശയക്കുഴപ്പങ്ങളെ അവർ നേരിടേണ്ടത് എങ്ങനെയാണ്? ശ്രദ്ധിക്കുക. ഇതിൽ ആളുകൾ രണ്ട് രൂപത്തിലാണ് ഉണ്ടാവുക. ഒന്ന്, ആശയക്കുഴപ്പങ്ങളൊന്നും മനസ്സിൽ ഇതുവരെ പിണങ്ങിട്ടില്ലാത്ത, അതിൽ കുടുങ്ങിയിട്ടില്ലാത്ത, സലാമത്തിൽ സുരക്ഷിതത്വത്തിൽ കഴിയുന്ന ആളുകൾ. അവനവൻ്റെ ദീനിനെ കുറിച്ച് യാതൊരു സംശയമില്ല. അൽഹംദുലില്ലാഹ്, എൻ്റെ ദീൻ പരലോകത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച്, ഈ ദീനിൻ്റെ സത്യതയെക്കുറിച്ച്, ഈ ദീൻ സത്യമാണെന്നതിനെക്കുറിച്ച് എനിക്കൊരു സംശയവുമില്ല. എങ്കിൽ അൽഹംദുലില്ലാഹ്, നീ സലാമത്തിലാണ്. നീ ആ സലാമത്ത്, അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹം കാത്തു സൂക്ഷിക്കുക. എങ്ങനെ? ബാത്തിൽ, വ്യാജവാദങ്ങൾ, ദീനിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ കേൾക്കാൻ പോകാതിരിക്കുക, അതിന് ചെവി കൊടുക്കാതിരിക്കുക. അതാണ് നിന്റെ ബാധ്യത. കാരണം എന്താണ് സഹോദര, ഒരു കാര്യം സത്യമാണെന്ന് നിനക്ക് ഉറപ്പുണ്ട് എങ്കിൽ പിന്നെ അതിനപ്പുറത്തുള്ളത് ബാത്തിലായേ പറ്റൂ. അള്ളാഹു പറഞ്ഞു, ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ദലാൽ. ഹക്ക് കഴിഞ്ഞാൽ പിന്നെ ബാത്തിലല്ലാതെ, വ്യാജമല്ലാതെ മറ്റെന്താണുള്ളത്? അതുപോലെ അള്ളാഹു പറഞ്ഞു, വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബ്, അള്ളാഹു ഈ കിതാബിൽ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു, അൻ ഇദാ സമിഅ്തും ആയാത്തില്ലാഹി യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ ഫലാ തഖഉദു മഅഹും. അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിഷേധിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നത് കണ്ടാൽ അങ്ങനെയുള്ളവരുടെ കൂടെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. അള്ളാഹു അവൻ്റെ കിതാബിൽ പറഞ്ഞത്, അള്ളാഹു പറഞ്ഞതാണ്. ഇതാണ് സലാമത്തിലുള്ള ആളുകൾ ചെയ്യേണ്ടത്. അഥവാ ഇതുവരെ അങ്ങനത്തെ ആശയക്കുഴപ്പത്തിലൊന്നും കുടുങ്ങിയിട്ടില്ല, അൽഹംദുലില്ലാഹ്, റബ്ബിനെ സ്തുതിക്കുക. നീ പഠിച്ച ഹുദ, സന്മാർഗം, വെളിച്ചം നിന്റെ ഹൃദയത്തിൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അതെങ്ങനെ? കൂടുതൽ ഖുർആൻ പഠിക്കുക, സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിക്കുക, ദീനിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുക. അതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? ഇങ്ങനെ എന്തെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും മോശക്കാരനായ ഏതെങ്കിലും ഒരു വൃത്തികെട്ട നിരീശ്വരവാദിയുടെ വർത്തമാനമോ മറ്റോ കേട്ട് ദീനിനെ കുറിച്ച് എന്തെങ്കിലും സംശയം കുടുങ്ങിയവൻ, അവൻ എന്താണ് ചെയ്യേണ്ടത്? അവൻ ഉടനെ അത് പരിഹരിക്കാൻ ശ്രമിക്കുക. ഏറ്റവും ആദ്യം അവൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക, അള്ളാഹുവിൽ അവലംബിക്കുക. ഇത് നീക്കിത്തരാൻ, ഹൃദയത്തിൽ ഈമാൻ ഉറപ്പിച്ചു തരാൻ. രണ്ടാമത് അവൻ മനസ്സിലാക്കുക, ഇത് ബാത്തിലാണ്. നിനക്കിതിന് മറുപടി അറിയില്ല എങ്കിലും ഇതിന് മറുപടി ഉണ്ട് എന്ന കാര്യം നീ ഉറച്ചു വിശ്വസിക്കുക, മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, നീ അത് പരിഹരിക്കാൻ വേണ്ടി വിവരമുള്ള ആളുകളുടെ അരികിൽ ചെന്ന് അത് ചോദിക്കുക, എന്നിട്ടത് ആ സംശയം ദൂരീകരിക്കുക. നാലാമത്തെ കാര്യം, നീ അത് നിന്നെ പോലെയുള്ള ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാതിരിക്കുക. വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റൊക്കെ ഇതാ ഇങ്ങനൊരു സംശയമുണ്ട്, ആരെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞു തരുമോ എന്നിങ്ങനെ ആകാശത്തേക്ക് വെടിവെക്കുന്ന പരിപാടി ചെയ്യാതിരിക്കുക. വളരെ മോശമാണ്.
ഞാൻ പറഞ്ഞ ഫിഖഹിലുള്ള ഏതെങ്കിലും മസ്അലകളിലെ തലാഖോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിസ്കാരത്തിൽ ഇന്ന കാര്യം ചെയ്താൽ വുദു മുറിയുമോ ഇല്ലേ എന്നിങ്ങനെയുള്ള സംശയങ്ങളെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അത് ചിലപ്പോൾ ഒരാൾക്ക് ഈ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞുതരുമോ എന്ന നിലക്കൊരു അത് ചോദിക്കുന്നതും ദീനിനെക്കുറിച്ചുള്ള തൻ്റെ മനസ്സിൽ കുടുങ്ങിയ ആശയക്കുഴപ്പങ്ങൾ ഇങ്ങനെ പറത്തിവിടുന്നതും രണ്ടും ഒരുപോലെയല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരാളേതായാലും അതിൽ കുടുങ്ങിയത് ബാക്കിയുള്ള ആളുകളെയും കൂടി അതിൽ പെടുത്തുക പാടില്ല. നീ ഈ സംശയം പറഞ്ഞു കൊടുത്തവൻ നിന്റെ സംശയവും മനസ്സിലിട്ട് പോയിട്ടുണ്ടാവും, അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ചിലപ്പോൾ അവൻ നടക്കില്ല. ആ സംശയം ഹൃദയത്തിലിട്ടിട്ടാണ് അവൻ നടക്കുക. പ്രിയ സഹോദരങ്ങളെ, എത്ര എത്ര ഇതുപോലുള്ള സംശയങ്ങൾ ഒരാശയക്കുഴപ്പമായിരിക്കും മനസ്സിൽ കുരുങ്ങിയത്. അത് വളർന്ന് വലുതായി കുഫറിൻ്റെ, നിരീശ്വരവാദത്തിൻ്റെ, റിദ്ദത്തിൻ്റെ ആഴങ്ങളിൽ, അതിൻ്റെ ഇരുട്ടുകളിൽ എത്ര എത്ര ആളുകൾ പതിഞ്ഞിട്ടുണ്ട്. അതിനുള്ള കാരണം, അതിൻ്റെ തുടക്കം ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സംസാരം കേൾക്കാൻ പോയതായിരിക്കും, ഇങ്ങനത്തെ എന്തെങ്കിലും വായിക്കാൻ നിന്നതായിരിക്കും. ഒക്കെ നിങ്ങൾ അതിൻ്റെ അപകടം എത്ര വലുതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വല്ലതും കുടുങ്ങി ഒരുവൻ അത് പരിഹരിക്കുക. ഏറ്റവും നല്ലത് പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയട്ടെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉസൂലുകൾ, അതിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ ആഴത്തിൽ വ്യക്തമായി നിങ്ങൾ പഠിച്ചോ. ആശയക്കുഴപ്പങ്ങളും നിരീശ്വരവാദികളും മറ്റും പടർത്തിവിടുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ഏൽക്കുകയില്ല. അത് നിങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനവും പിടിക്കുകയില്ല. വല്ലാഹി 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 അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉസൂലുകൾ, അതിൻ്റെ അടിത്തറകൾ, അത് കൃത്യമായി 6 ഈമാൻ കാര്യങ്ങൾ, അതിൻ്റെ അപ്പുറവുമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ അടിത്തറകൾ, അതിൻ്റെ വിശദീകരണം എന്താണ്, ഇതെല്ലാം നിങ്ങൾ പഠിച്ചാൽ ഇൻഷാ അല്ലാഹ് ഈ കണ്ട ആശയക്കുഴപ്പങ്ങൾ അത് നിങ്ങൾക്ക് ഏൽക്കുകയില്ല. പഠിക്കാൻ തയ്യാറല്ല ആളുകൾ എന്നതാണ് കാര്യം. അതുകൊണ്ടാണ് ചില ആളുകൾ സംശയം ചോദിച്ചു വരുന്നത് കണ്ടാൽ അവൻ്റെ സംശയം നമ്മൾ ദുനിയാവിൻ്റെ വിജ്ഞാനവുമായി താരതമ്യം ചെയ്താൽ ഏതുപോലെയാണ് ഉണ്ടാവുക. ഒരു 2ാം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ ഒരു 5ാം ക്ലാസ്സുകാരൻ വന്ന് MBBS പഠിക്കുന്ന ഒരാളുടെ പുസ്തകത്തിലെ ഒരു സംശയം ചോദിച്ചിട്ട് ഇതിന് ഉത്തരം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. എന്താണ് ഒരാൾ ആ കുട്ടിയോട് മറുപടി പറയുന്നത്, മോനെ നീ ഇപ്പോൾ ഇത് ചോദിച്ചാൽ ഇതിൻ്റെ ഉത്തരം കേട്ടാൽ നിനക്ക് മനസ്സിലാവില്ല, മറിച്ച് നീ പഠിച്ചു വരേണ്ടതുണ്ട്. അതെന്താ എനിക്ക് മനസ്സിലാകാത്ത, നിങ്ങൾക്ക് ഇതിന് ഉത്തരമില്ലേ എന്നയാൾ പറഞ്ഞാലോ, അത് ഈ വിജ്ഞാനത്തിൻ്റെ തകരാറല്ല, മറിച്ച് അവൻ പഠിച്ചിട്ടില്ല എന്നതിൻ്റെ തകരാറാണ്. നമ്മൾ അവനോട് പറയുന്നത് എന്താണ്, നിനക്കിത് പഠിക്കാൻ സാധിക്കില്ല എന്നല്ല, മറിച്ച് നീ ഇതിനു മുമ്പ് പഠിച്ചു വരേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് പഠിച്ചു വന്നാലേ നിനക്കിത് മനസ്സിലാവുള്ളൂ. ഇതുപോലെയാണ് പല ആളുകളും ചോദിക്കുന്ന സംശയങ്ങൾ. അതിൻ്റെ മുന്നേ പഠിക്കേണ്ട, അതിൻ്റെ മുന്നേ അറിയേണ്ടത്, അതിൻ്റെ മുന്നേ ഇതിലൊക്കെ അവൻ തീർത്തും അജ്ഞനാണ്. എന്നിട്ടാണ് അവൻ്റെ ഈ അജ്ഞതയെ മുതലെടുത്തുകൊണ്ട് അവൻ്റെ ദീനിൽ സംശയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും നിരീശ്വരവാദിയുടെയോ ഏതെങ്കിലും മതനിഷേധിയുടെയോ ഏതെങ്കിലും മുബ്തദിഇൻ്റെയോ വാക്ക് കേട്ട് അവൻ വരുന്നത്. അവൻ നേരത്തെ പഠിച്ചിരുന്നുവെങ്കിൽ, അവൻ ജീവിതത്തിലെ ഒഴിവ് സമയങ്ങളിൽ ഒരല്പമെങ്കിലും മാറ്റിവെച്ചിരുന്നെങ്കിൽ അവൻ ഈ സംശയം, ഈ ആശയക്കുഴപ്പം ദീനിൽ കുടുങ്ങിയില്ലായിരുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദീൻ അടിസ്ഥാനപരമായി അത് കൃത്യമായി പഠിക്കാൻ തയ്യാറാവുക. സൂറുൽ ഈമാനിൻ്റെ അടിത്തറകളാകുന്ന 6 കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാഠങ്ങൾ, അള്ളാഹുവിലുള്ള വിശ്വാസം എന്താണ് എന്നെല്ലാം സഹോദരൻ കൃത്യമായി പഠിക്കാൻ തയ്യാറാകുക. അത് തന്നെ ഇബാദത്താണ്. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ ശ്രമിക്കുക എന്നത് തന്നെ വലിയ ഇബാദത്താണ്, വലിയ പുണ്യം ലഭിക്കുന്ന ഇബാദത്താണ്. ഇസ്തിഖാമത്ത് നമുക്ക് എന്നാലേ ലഭിക്കുകയുള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് ദീനിൽ ഉറച്ചു നിൽക്കാൻ സാധ്യമല്ല, എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല. അള്ളാഹു നമുക്ക് ഉപകാരപ്രദമായ വിജ്ഞാനം നൽകുകയും ഇസ്ലാമിലായി നമ്മെ ജീവിപ്പിച്ചു, ഈമാനിലായി നമ്മെ മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നോക്കൂ, ഇസ്തിഖാമത്തുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള 3ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇസ്തിഖാമത്ത് എന്നാൽ ദീനിൽ നേരെ ചൊവ്വേ നിലകൊള്ളലാണ്, അതിരുകവിയാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതെ നിലകൊള്ളലാണ്. ഇതിൽ നോക്കൂ, ബിദ്അത്തുകൾ ഒഴിവാക്കുക എന്നത് ഇസ്തിഖാമത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു. ബിദ്അത്തുകൾ ഒഴിവാക്കുക, ദീനിലില്ലാത്തത് ഒഴിവാക്കുക ഇസ്തിഖാമത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് പൊതുവെ എളുപ്പമുള്ള കാര്യമാണ്, വളരെ എളുപ്പമാണ്. അള്ളാഹു നിനക്ക് ഹിദായത്ത് നൽകിയാൽ വളരെ എളുപ്പമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതേ ദീനിൽ നീ ചെയ്യാവൂ.
പിന്നീട് കടത്തിക്കൂട്ടപ്പെട്ട കാര്യങ്ങൾ നീ ചെയ്യരുത്. ബിദ്അത്ത് ഒഴിവാക്കുക എന്നത് ഒരാൾക്ക് എന്ത് പ്രയാസം? ഒരാൾക്ക് അതിനൊരു ബുദ്ധിമുട്ടുമില്ല, എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ ഇസ്തിഖാമത്തിൻ്റെ ഭാഗമായ അള്ളാഹു കൽപ്പിച്ചത് കൃത്യമായി ചെയ്യുക, അതിൽ വീഴ്ച വരുത്താതിരിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. അള്ളാഹു സഹായിച്ചില്ല എങ്കിൽ, അള്ളാഹു എളുപ്പമാക്കിയില്ല എങ്കിൽ, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ വീഴ്ച വരുത്താതെ പാലിക്കുക, അതിൽ എന്നും ഉറച്ചു നിൽക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അള്ളാഹു എളുപ്പം നൽകിയില്ല എങ്കിൽ അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുക. അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുക. അത് ആ ഇസ്തിഖാമത്ത് പ്രയാസമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പറഞ്ഞത് എന്താണ്? ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ. ഫസ്തഖിം, ഓ നബിയെ, താങ്കൾ ഇസ്തിഖാമത്ത് കൈക്കൊള്ളുക, അടിയുറച്ചു നിൽക്കുക. വമൻ താബ മഅക, ഓ നബിയെ, കമാ ഉമിർത, താങ്കൾ കൽപ്പിക്കപ്പെട്ടതുപോലെ. വമൻ താബ മഅക, താങ്കളുടെ കൂടെ തൗബ ചെയ്ത മുഅ്മിനുകളും. വലാ തത്ഗൗ, അതിരുവിടരുത്. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ബസീറാണ്, കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. ഇത് ഏത് സൂറത്തിലായത്താണെന്ന് അറിയുമോ? സൂറത്ത് ഹൂദിലായത്താണ്. ഈ ആയത്തിനെക്കുറിച്ച്, ഈ സൂറത്തിനെക്കുറിച്ച്, ഈ ആയത്തുള്ള ഈ സൂറത്തിനെക്കുറിച്ച്, സൂറത്ത് ഹൂദിനെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ശയ്യബത്നി ഹൂദ് വഅഖവാതുഹ, ശയ്യബത്നി ഹൂദ് വഅഖവാതുഹ, സൂറത്ത് ഹൂദും അതിൻ്റെ സഹോദരികളായ സൂറത്തുകളും എൻ്റെ മുടി നരപ്പിച്ച് കളഞ്ഞു. പണ്ഡിതന്മാരിൽ ചിലർ പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നരപ്പിച്ചത് സൂറത്ത് ഹൂദിലെ ഈ ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് പോലും എണ്ണെടുക്കാൻ സാധിക്കുന്നത്രയേ നബിക്ക് തലയിലും താടിയിലുമായി നരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ്. അത് തന്നെ ചിലർ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഗന്ധം ധാരാളമായി താടിയിലും മറ്റും പുരട്ടുന്നത് കൊണ്ട് നിറം മാറിയതാണ്, അതല്ലാതെ നരച്ചതല്ല എന്നുവരെ ചിലർ പറഞ്ഞത് കാണാം. അപ്പോൾ നോക്കൂ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നരപ്പിച്ചു കളഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഖദ് ശിബ്ത, നബിയെ നരച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് ശയ്യബത്നി ഹൂദ് വഅഖവാതുഹ, ഹൂദും അതിൻ്റെ സഹോദരികളായ സൂറത്തു അൽ വാഖിഅ പോലെയുള്ള സൂറത്തുകൾ, സൂറത്തുൽ വാഖിഅ പോലെയുള്ള സൂറത്തുകൾ, അതിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ മറ്റു ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ ആയത്താണ് നബിയെ നരപ്പിച്ചത്. കാരണം ഇസ്തിഖാമത്ത് കൈക്കൊള്ളുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് നോക്കൂ, എൻ്റെ വഴി, പിന്നെന്താണ് വഴി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇസ്തഖീമു, ഇസ്തഖീമു, നിങ്ങൾ ഇസ്തിഖാമത്ത് കൈക്കൊള്ളുക. വലൻ തുഹ്സു, നിങ്ങൾക്കൊരിക്കലും അത് പൂർത്തീകരിക്കാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദ്ദിദു വഖാരിബു വഅബ്ശിറു. സദ്ദിദു, നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും ശരിയായ നിലപാടിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. അതിന് സാധിച്ചില്ല എങ്കിലോ ഖാരിബു, അടുത്തടുത്ത് നിൽക്കുക. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഇതിന് മനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞു. പല ദർസുകളിൽ, പല സംസാരങ്ങളിൽ പറയാറുള്ള ഉദാഹരണമാണ്, വളരെ മനോഹരമായ ഉദാഹരണമാണ്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, കല്ലദി യർമി ഇലൽ ഗർബ്, ഒരു ഉന്നത്തിലേക്ക്, ഒരു ഉന്നം നിശ്ചയിച്ച് അതിലേക്ക് അമ്പെയ്യുന്ന ഒരാളെ പോലെ. ഒരു ഉന്നം, ഒരു വൃത്തത്തിന് ഏറ്റവും ഒത്ത നടുവിലേക്ക് അമ്പെയ്യുന്നു. ഫഇല്ലം യുസിബ്ഹു, ആ ഉന്നത്തിൽ കൃത്യമായി അമ്പെയ്ത് അതിൽ കൊള്ളിക്കാൻ ഒരാൾക്ക് സാധിച്ചില്ല എങ്കിൽ എന്തു ചെയ്യുക? ഇട്ടുപോവുകയല്ല, മറിച്ച് യുഖാരിബുഹു, അതിൻ്റെ അടുത്തെങ്കിലും നീ എറിഞ്ഞു കൊള്ളിക്കാൻ ശ്രമിക്കുക. വമഅ ഹാദ, ഇതോടൊപ്പം ഫഅഖ്ബറഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ അറിയിച്ചിട്ടുണ്ട്, അന്നൽ ഇസ്തിഖാമത വൽ മുഖാറബത, ഇസ്തിഖാമത്താകട്ടെ, ഇസ്തിഖാമത്തിൻ്റെ അടുത്തേക്കെങ്കിലും എത്താനുള്ള നിന്റെ ശ്രമമാകട്ടെ, ലാ തുൻജി യൗമൽ ഖിയാമ, അതല്ല യഥാർത്ഥത്തിൽ പരലോകത്ത് നിന്നെ രക്ഷപ്പെടുത്തുക, അത് കാരണം മാത്രമാണ്. ഫലാ യർകനു അഹദുൻ ഇല അമലിഹി,
ഒരാളും സ്വന്തം അമലിൽ അവലംബമർപ്പിക്കരുത്. വലാ യറ അന്ന നജാതഹു ബിഹ്, അവൻ്റെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ അവനെ വിജയിപ്പിച്ചത് എന്നും അവൻ വിചാരിക്കുക. മറിച്ച് അത് കാരണമാണ്. ബൽ ഇന്നമാ നജാതുഹു ബിറഹ്മത്തില്ലാഹ് വഅഫ്വിഹി വഫദ്ലിഹി, അല്ലാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ മാപ്പും അവൻ്റെ ഔദാര്യവും കൊണ്ടാണ് ഓരോരുത്തരും വിജയിക്കുന്നത്, രക്ഷപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇസ്തഖീമു വലാ തുഹ്സു, സദ്ദിദു വഖാരിബു, ശ്രമിക്കേണ്ടത് എന്തിനാണ്? ഏറ്റവും കൃത്യമായ ഉന്നം അതിലേക്ക് കൊള്ളിക്കാനാണ് നീ ശ്രമിക്കേണ്ടത്. പക്ഷെ അതിന് സാധിച്ചില്ലെങ്കിൽ സഹോദരൻ, അത് ഇട്ടുപോകല്ലേ. ചില ആളുകൾ അങ്ങനെയാണ്, ദീൻ കടുപ്പിച്ച് അവസാനം അവൻ വിചാരിക്കും അവൻ ഏറ്റവും കടുത്ത നിലപാടിലെത്താൻ സാധിച്ചില്ലേ ദീൻ ഒന്നാകെ ഇട്ടിട്ട് അങ്ങ് പോകും. അങ്ങനെ ചെയ്യരുത്. മനുഷ്യ സഹോദര, നീ ഒരു തിന്മയിൽ വീണു പോകുന്നുണ്ടോ, ഞാൻ തിരുത്താൻ ശ്രമിക്കൂ. ഇതേതായാലും ഞാൻ ചെയ്തു വന്നു, ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് ഇനി അടുത്ത ഹറാമ് ചെയ്യാതിരിക്കുക, അത് ഞാൻ ആർക്ക് വേണ്ടിയാണ് വിട്ടുകളയുന്നത്, എന്നാൽ പിന്നെ അതും കൂടി ചെയ്യാം. ഈ വാജിബായ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ പിന്നെ രണ്ടാമത്തെ അതെന്തിനാണ് ഞാൻ ചെയ്യുന്നത്? അങ്ങനെയല്ല സഹോദര, നിനക്ക് സാധിക്കുന്നത് പോലെ നിന്റെ കഴിവിൻ്റെ പരമാവധി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുക, അവൻ കൽപ്പിച്ചത് നീ അനുസരിക്കുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്താണ്? അള്ളാഹു കൽപ്പിച്ചത് മുഴുവൻ ഒന്നും വിടാതെ പാലിക്കുവാൻ നീ ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുക. നിന്റെ മനസ്സിൽ ഇസ്തിഖാമത്തിനോടുള്ള മഹബ്ബത്ത് അള്ളാഹു അറിയട്ടെ. അള്ളാഹു അതറിഞ്ഞാൽ നിനക്ക് സാധിക്കുന്നത് നീ ചെയ്താൽ അള്ളാഹു അവൻ്റെ ഫദ്ലുണ്ട്, അത് സ്വീകരിക്കും. മനസ്സിലായില്ലേ? നിന്റെ മനസ്സിൽ നീ ഇസ്തിഖാമത്ത് ഇഷ്ടപ്പെടുന്നു, ദീനിൻ്റെ നിയമങ്ങൾ ഏറ്റവും കൃത്യമായി പാലിക്കാൻ നീ ഇഷ്ടപ്പെടുന്നു, അതിനെ നീ സ്നേഹിക്കുന്നു എന്ന് റബ്ബറിഞ്ഞാൽ പിന്നെ നീ സാധിക്കുന്നത് ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും. അള്ളാഹു വലിയ പ്രതിഫലം നൽകി റബ്ബത് സ്വീകരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സദ്ദിദു, ഏറ്റവും കൃത്യമായ നിലപാടിലെത്തും നിങ്ങൾ, ഖാരിബു, അതിൻ്റെ അടുത്തേക്കെത്തൂ, അബ്ശിറു, സന്തോഷിക്കും നിങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലമു, നിങ്ങൾ അറിയുക, നിങ്ങളിൽ ഒരാളെയും തൻ്റെ അമൽ രക്ഷപ്പെടുത്തുകയില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഫദ്ൽ കൊണ്ടാണ് രക്ഷപ്പെടുക. അമൽ അതിൻ്റെ കാരണം മാത്രമാണ്, അമൽ കാരണമാണ്, തീർച്ചയായും പ്രവർത്തനം അത് രക്ഷപ്പെടാനുള്ള കാരണമാണ്, അതിനേക്കുള്ള വഴിയാണ്. ഇത് പ്രിയ സഹോദരങ്ങളെ വളരെ വളരെ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഇസ്തിഖാമത്ത് പറഞ്ഞ ആയത്തുകളിൽ നിങ്ങൾ നോക്കൂ, ഇസ്തിഖാമത്ത് പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ ആയത്തിൽ തൗബയും ഇസ്തിഗ്ഫാറും അള്ളാഹു പറഞ്ഞത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്കുണ്ട്, സദാദ്, ഏറ്റവും കൃത്യമായത് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതിന് സാധിച്ചില്ല എങ്കിൽ അതിൻ്റെ അടുത്തെത്താൻ, അതിന് സാധിച്ചില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങൾ ഇസ്തിഗ്ഫാർ മുറുകെ പിടിക്കുക. അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക എപ്പോഴും. എങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നിന്നെ നന്മയിലേക്ക് അടുപ്പിച്ചു തരും. റബ്ബിനെപ്പോഴും സ്മരിക്കുക, അള്ളാഹുവിനെപ്പോഴും സ്മരിക്കുക, അത് നിനക്ക് നന്മ എളുപ്പമാക്കി തരും. തിന്മ അള്ളാഹു റബ്ബുൽ ആലമീൻ ഒഴിവാക്കാൻ നിനക്ക് എളുപ്പം നൽകും എന്നാണ് ഇസ്തിഗ്ഫാർ കൊണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് പറയാൻ അള്ളാഹു ഖുർആനിൽ കൽപ്പിച്ചത് സൂറത്തു ഫുസ്സിലത്തിൽ, ഖുൽ, പറയൂ നബിയെ, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. യൂഹ ഇലൈ, എനിക്ക് വഹി നൽകപ്പെടുന്നു. അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹായ അള്ളാഹുവാണ്. ഫസ്തഖീമു ഇലൈഹി, അതുകൊണ്ട് നിങ്ങൾ അവനിലേക്ക് ഇസ്തിഖാമത്തോടെ നിലകൊള്ളുക, നേരെ ചൊവ്വയെ നിലകൊള്ളുക. വസ്തഗ്ഫിറൂഹ്, അവനോട് പാപമോചനം തേടുക. നേരത്തെ ഓതിയ സൂറത്ത് ഹൂദിലായത്ത് നോക്കൂ നിങ്ങൾ, ഫസ്തഖിം, നബിയെ ഇസ്തിഖാമത്ത് കൈക്കൊള്ളുക, ദീനിൽ നേരെ ചൊവ്വയെ സ്ഥിരതയോടെ നിലകൊള്ളുക. കമ ഉമിർത, താങ്കൾ കൽപ്പിക്കപ്പെട്ടത് എങ്ങനെയാണോ അങ്ങനെ. വമൻ താബ മഅക, നബിയെ താങ്കളുടെ കൂടെ തൗബ ചെയ്ത ആളുകളാരോ അവരും. തൗബയും ഇസ്തിഗ്ഫാറും ഇസ്തിഖാമത്തിൻ്റെ കൂടെ അള്ളാഹു ചേർത്തു പറഞ്ഞിരിക്കുന്നു. കാരണം നമുക്കൊരിക്കലും പരിപൂർണമായ തിന്മകളില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ ഒരു മനുഷ്യനൊരിക്കലും ഉണ്ടാവുകയില്ല. ഇസ്തിഖാമത്തിൻ്റെ അർത്ഥം എന്തല്ല? അബദ്ധം ഒരാൾക്ക് സംഭവിക്കുകയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം അബദ്ധം സംഭവിക്കാത്ത മനുഷ്യരില്ല. അള്ളാഹുവിൻ്റെ നബിമാരെ മാത്രമാണ് അള്ളാഹു വൻ പാപങ്ങളിൽ നിന്ന് സംരക്ഷിച്ചിട്ടുള്ളത്. അവർക്ക് വൻ പാപങ്ങൾ സംഭവിക്കുകയില്ല. അതല്ലാത്ത മാനുഷികമായ അബദ്ധം സംഭവിച്ചാൽ അള്ളാഹു അവരെ അപ്പോൾ തന്നെ തിരുത്തുന്നതാണ്. അതല്ലാത്ത ആർക്കും അബദ്ധം സംഭവിക്കാം. അള്ളാഹു ഒരു മനുഷ്യന് പൂർണ്ണത നിശ്ചയിച്ചിട്ടില്ല. പരിപൂർണത അത് പരിപൂർണനായവൻ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവനാണ് ഒരിക്കലും അബദ്ധം സംഭവിക്കാത്തവൻ. അവനാണ് ഒരിക്കലും
അവൻ്റെ തീരുമാനങ്ങൾ തെറ്റാത്തവൻ അത് റബ്ബ് സുബ്ഹാനഹു വ തആല. അതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് യഥാർത്ഥത്തിൽ ഓരോ മുഅ്മിനിനുമുള്ള തെളിവ് എന്ന പാഠവും അതിനുണ്ട്. കാരണം ബാക്കിയുള്ള ആർക്കും അബദ്ധം പറ്റാം. അതോടെ എന്തായി? അവരുടെ വാക്കോ പ്രവൃത്തിയോ യഥാർത്ഥത്തിൽ തെളിവല്ല. യഥാർത്ഥത്തിൽ തെളിവ് ഖുർആനും സുന്നത്തും മാത്രമാണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ വാക്ക് പോലും ദീനിൽ തെളിവാകാൻ നിബന്ധനകളുണ്ട്. മറ്റൊരു സഹാബിക്ക് എതിരെ അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല പോലെയുള്ള നിബന്ധനകൾ ഒരു സഹാബിയുടെ വാക്ക് ദീനിൽ തെളിവായി സ്വീകരിക്കപ്പെടാറുണ്ട്. ഒരു നിബന്ധനയുമില്ലാതെ നിരുപാധികം ദീനിൽ തെളിവ് എന്തുമാത്രമാണ്? ഖുർആനും സുന്നത്തും മാത്രം. ഖാല അല്ലാഹു ഖാല റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു പറഞ്ഞു, അവൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നത് മാത്രം. അതാണ് ദീനിലെ നിരുപാധികമായ തെളിവ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ വളരെ വളരെ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക ഇക്കാര്യം. സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഞാനൊന്നുകൂടി ആവർത്തിക്കട്ടെ. ആ സഹാബി ചോദിച്ചു, നബിയെ, ഇസ്ലാമിൽ എനിക്കൊരു വാക്ക് പറഞ്ഞു തരും, വേറെ ഒരാളോടും ഇനി എനിക്ക് ചോദിക്കേണ്ടതില്ലാത്ത വിധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം, നീ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചു എന്ന് പറയുക, സുമ്മ ഇസ്തഖിം, എന്നിട്ട് നേരെ ചൊവ്വേ നിലകൊള്ളുക. ആ സഹാബി ചോദിച്ചു, നബിയെ, മാ അഖ്വഫു മാ തഖാഫു അലൈ, നബി എൻ്റെ കാര്യത്തിൽ അങ്ങ് ഏറ്റവും പേടിക്കുന്ന കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി അവിടുത്തെ നാവ് പിടിച്ചിട്ട് പറഞ്ഞു, ഹാദ, ഇതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം ഒരാളുടെ ഹൃദയം അതുപോലെ നാവ്, ഇത് രണ്ടുമാണ് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. ഇസ്തിഖാമത്ത് എന്ന വാക്ക് ഹദീസിൽ ആവർത്തിച്ചു വന്ന് നോക്കൂ നിങ്ങൾ. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ, ഒരു മനുഷ്യൻ്റെയും ഈമാൻ നേരെ നിൽക്കുകയില്ല, ഹത്താ യസ്തഖീമ ഖൽബുഹു, അവൻ്റെ കൽബ് നേരെ നിൽക്കാതെ. ഹൃദയത്തിലാണ് ഇസ്തിഖാമത്ത് ആദ്യം വേണ്ടത്. വലാ യസ്തഖീമു ഖൽബുഹു, അവൻ്റെ ഹൃദയം നേരെ നിൽക്കുകയില്ല, ഹത്താ യസ്തഖീമ ലിസാനുഹു, അവൻ്റെ നാവ് നേരെയായാലല്ലാതെ. കണ്ണുകൾ, അതുപോലെ കാത്, നാവ്, ഇതെല്ലാം ഹൃദയവുമായി അതീവ ബന്ധമുള്ള അവയവങ്ങളാണ്. നീ കണ്ണുകൊണ്ട് അനാവശ്യമായത് നോക്കിയാൽ അതിലൂടെ മാലിന്യങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ വന്നു ചേരും. കാതുകൊണ്ടും അതെ. നാവാകട്ടെ ഹൃദയത്തിലുള്ളത് എന്താണോ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രധാനപ്പെട്ട അവയവമാണ്. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറഞ്ഞത്, അൽ ഖുലൂബു കൽ ഖുദൂർ, ഹൃദയങ്ങൾ പാത്രങ്ങൾ പോലെയാണ്, വ അൽസിനതുഹ മഗാരിഫുഹ, അതിൽ നിന്ന് കോരിയെടുക്കാനുള്ള സ്പൂണുകളാണ് നാവുകൾ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ആ മനോഹരമായ വാക്കിനെ യഹ്യ ഇബ്നു മുആദ് എന്നു പേരുള്ള സലഫുകളിൽപ്പെട്ട മഹാൻ പറഞ്ഞ വാക്കാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പാത്രത്തിൽ നിന്ന് അതിലുള്ള ഭക്ഷണത്തിൻ്റെ രുചി നോക്കാറില്ലേ? അതിനുള്ളത് മുഴുവൻ കഴിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ രുചി മനസ്സിലാവും? അല്ല, അതിനൊന്ന് തൊട്ടെടുത്ത് നാവിൽ വെച്ചാൽ ഉള്ളിലുള്ളത് എന്താണെന്ന് മനസ്സിലാവും. എന്നതുപോലെ ഒരാളുടെ ഹൃദയത്തിലുള്ളത് എന്താണ് എന്ന് നാവിലൂടെ പുറത്തേക്ക് ചാടും. നാവിലൂടെ വൃത്തികേടുകൾ ഒരാൾ പുറത്തേക്ക് പറയും, അശ്ലീലം പറയും. അവൻ്റെ ഹൃദയത്തിൽ അശ്ലീലം നിറഞ്ഞിരിക്കുന്നു, അതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ അവൻ പറയുകയില്ല. എൻ്റെ ഹൃദയം, ഞാൻ ഇങ്ങനെ പറയുമെങ്കിൽ എൻ്റെ കൽബ് വളരെ ശുദ്ധമാണ് കേട്ടോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കളവാണത്. കാരണം ഹൃദയത്തിലുള്ളതാണ് പുറത്തേക്ക് വരിക. അള്ളാഹു മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞു, നബിയെ, അവരുടെ വാക്കുകളിലൂടെ നിനക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാൾ ചീത്ത പറയുന്നു, അശ്ലീലം, അവരുടെ ഹൃദയം കേടായതുകൊണ്ടാണ്. ഹൃദയത്തിൽ ഖുബ്സുണ്ട്, അതാണ് നാവിലൂടെ പുറത്തേക്ക് ചാടുക. ഒരു മുഅ്മിന്റെ നാവിലൂടെ ഒരിക്കലും ഒരു അശ്ലീല പദം, വൃത്തിയായിട്ടൊരു വാക്ക്, മനസ്സിലായില്ലേ, ഒരു തെറി ഒരു മുഅ്മിനിന്റെ നാവിലൂടെ പുറത്തേക്ക് വരാൻ പാടില്ല. അങ്ങനെ പുറത്തേക്ക് വന്നാൽ അവൻ്റെ ഈമാനിൽ, അവൻ്റെ ഹൃദയത്തിലുള്ള തകരാറാണ് അത് സൂചിപ്പിക്കുന്നത്. അവൻ്റെ നാവ് നല്ലത് പറയാനുള്ളതാണ്, അത് അള്ളാഹുവിന് വെറുപ്പുള്ളത് പറയാനുള്ളതല്ല. ഹൃദയം അത് നേരെ നിൽക്കാൻ ഇസ്തിഖാമത്തിന് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട അവയവങ്ങളിൽ ഒന്നാണ് നാവെന്ന് പറയുന്നത്. അതോടൊപ്പം ശരീരത്തിലെ ബാക്കി അവയവങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഖാമത്തിൽ നിലകൊള്ളുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ അബദ്ധങ്ങൾ പുറത്തു തരികയും അള്ളാഹു അവൻ്റെ മഹത്തരമായ ഫദ്ലിനാൽ, അവൻ്റെ റഹ്മത്തിനാൽ, അവൻ്റെ സാലിഹുകളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ചേർത്ത് നൽകുകയും ചെയ്യുമാറാകട്ടെ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا